കർത്താവിൽ പ്രിയരെ, എല്ലാവർക്കും കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സന്തോഷവും സമാധാനവും ആശംസിക്കുന്നു. കർത്താവിൻ്റെ പുനരുത്ഥാനം നമുക്ക് നൽകുന്നതായ സന്ദേശം എന്ന് പറയുന്നത്, ഒന്നാമതായിട്ട് നാം ഈ ഉയർപ്പിൻ്റെ പ്രഖ്യാപനം നടത്തുമ്പോൾ പറയുന്നതായ കാര്യമാണ്, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു, അവൻ ശത്രുക്കളെ പിന്നിലേക്ക് അടിച്ചോടിച്ചു. നമ്മുടെ ശത്രു പിശാചാണ്. അവനെ കർത്താവിൻ്റെ ഉത്ഥാനത്താൽ അവൻ തോൽപ്പിച്ചു, എന്നേക്കുമായിട്ട് പരാജയപ്പെടുത്തി. രണ്ടാമതായിട്ട് കർത്താവ് പറയുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഉയർപ്പിൻ്റെ രണ്ടാമത്തെ സന്ദേശം അതാണ്. കർത്താവിൻ്റെ സമാധാനം അത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ സമാധാനത്തിൻ്റെ എല്ലാ ഡെഫിനിഷൻസും മാറുന്നു. മൂന്നാമതായിട്ട് കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിപ്പീൻ. ആ കർത്താവിൻ്റെ സ്നേഹം നമുക്ക് മറ്റുള്ളവരുമായിട്ട് പങ്കിടുവാനായിട്ട് സാധിക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ട് ഉയർപ്പിൻ്റെ അനുഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് സ്നേഹത്തിൽ കൂടെയും സമാധാനത്തിൽ കൂടെയും പിശാചിനെ തോൽപ്പിച്ച് നമുക്ക് മുന്നേറുവാൻ തക്കവണ്ണം ഈ കർത്താവിൻ്റെ ഉത്ഥാന നാളിൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ സന്തോഷം ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു.